ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സാപ്പിഡിയ മലയാളം ഫാമിലിയിലെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നേരെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ജനുവരി മാസം ഇന്ന് 2024 സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ജനുവരി മാസം 1-ാം തീയതിയാണ് ഇന്ന്. അപ്പോൾ ഈ ഒരു ജനുവരി മാസം തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന പ്രധാനപ്പെട്ട സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ്. ഏകദേശം 13ഓളം സിനിമകളുണ്ട് ജനുവരി മാസം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷയിലുള്ള സിനിമകളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മൊത്തം 13ഓളം സിനിമകളാണ് പ്രധാനപ്പെട്ട സിനിമകളായിട്ട് ഈ ഒരു മാസം ജനുവരി മാസം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെ സിനിമകളാണ് നോക്കാം. ഒന്നാമത്തെ സിനിമ ഒരു തെലുങ്ക് സിനിമയാണ്. നാ സാമി രംഗ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മലയാളത്തിൽ റിലീസ് ചെയ്തിരുന്ന ജോഷിയുടെ പുറിഞ്ചോ മറിയൻ ജോസ് എന്ന സിനിമയുടെ റീമേക്കാണ്, ഒഫീഷ്യൽ റീമേക്കാണ് ഈ ഒരു സിനിമ. ഒരു പീരിയോഡിക് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. വിജയ് ബിന്നിയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റോറി ജോഷി തന്നെയാണ്. അപ്പോൾ നാഗാർജുന, അല്ലാരി നരേഷ്, അൻഷിക രംഗനാഥ് എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. പിന്നെ ജനുവരി മാസം 12-ാം തീയതിയാണ് ഈ ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. അടുത്തത് ഒരു തെലുങ്ക് സിനിമ തന്നെയാണ്. ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് സിനിമയാണ്. സരിപ്പോദ ശനിവാരം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സരിപ്പോദ ശനിവാരം ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. വിവേക് ആത്രയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നാനി, എസ് ജെ സൂര്യ, പ്രിയങ്ക അരുൾ മോഹൻ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് നാനിയും എസ് ജെ സൂര്യയും തന്നെയാണ്. പിന്നെ എന്തൊരു ആക്ഷൻ ഡ്രാമ മൂവിയാണ്. ഇത് ജനുവരി മാസം 12-ാം തീയതിയാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. അടുത്തത് ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ഈഗിൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. രവി തേജ, അനുപമ പരമേശ്വരൻ, നവദീപ്, കാവ്യ തബർ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. കാർത്തിക് ഘട്ടമേനയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ സിനിമ രവി തേജയുടെ ടിപ്പിക്കൽ ആക്ഷൻ മൂവി ആവാനാണ് ചാൻസ്. ജനുവരി മാസം 12-ാം തീയതിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. അടുത്ത ഹിന്ദി എന്നുള്ളൊരു സിനിമയാണ്. കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഞാൻ. ഫൈറ്റർ എന്നാണ് സിനിമയുടെ പേര്. ഇതൊരു ആക്ഷൻ മൂവിയാണ്. സിദ്ധാർത്ഥ് ആനന്ദ് സംവിധാനം ചെയ്ത് ഹൃതിക് റോഷനും ദീപിക പദുക്കോണും അനിൽ കപൂറൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. 250 കോടി ബജറ്റിൽ വരുന്ന സിനിമയാണ്. വൻ പ്രതീക്ഷയിലാണ് കേട്ടോ ഈ ഒരു സിനിമ വരുന്നത്. എനിക്ക് അത്രയും പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. ഈ ട്രെയിലറും പാട്ടും ഒക്കെ ഇപ്പം തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഓൾറെഡി ഹിറ്റ് ലിസ്റ്റിലാണ്. എന്തായാലും ഫൈറ്റർ എന്ന് പറയുന്ന സിനിമ ജനുവരി മാസം 25-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത്. എന്തായാലും ഫസ്റ്റ് ഷോ കാണാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് ഷോ കാണുന്നുണ്ടെങ്കിൽ അന്ന് വേറൊരു സിനിമ കൂടി റിലീസുണ്ട്. നമ്മുടെ മലയാളത്തിൻ്റെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ 25-ാം തീയതിയാണ് റിലീസ് വരുന്നത്. നേര് പറഞ്ഞ സിനിമയുടെ വിജയത്തോടെ ഈ സിനിമയ്ക്ക് ശരിക്കും പറയാൻ നല്ലൊരു ഹൈപ്പാണ് ഇപ്പോൾ കൂടിയിട്ടുള്ളത്. ലിജോ ജോസ് പല്ലിശ്ശേരിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു പീരിയോഡിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. അപ്പോൾ ഈ സിനിമയുടെ ഒരു ടീസർ, ഒരു 30 സെക്കൻഡ് അടങ്ങുന്ന ടീസർ ഇന്നലെ പുറത്തിറങ്ങിയിരുന്നു. ശരിക്കും പറയാൻ എന്നെ ഞെട്ടിച്ചു തന്നെ പറയാം. ലാലേട്ടൻ്റെ ആ ഒരു കൈ, ആകെ 30 സെക്കൻഡേ ഉള്ളൂ. ലാലേട്ടൻ്റെ ആ ഒരു കൈ ശരിക്കും പറയാൻ ഞെട്ടിച്ചു തന്നെ പറയാം. നമുക്കെന്തായാലും ഈ ഒരു സിനിമ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മറ്റുള്ള സിനിമകളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഒരു സ്പൂൺ ഫീഡ് ആയിരിക്കില്ല, ആരാധകർക്കുള്ളൊരു സ്പൂൺ ഫീഡ് ആയിരിക്കില്ല ഈ ഒരു സിനിമ എന്നുള്ളതാണ്. എന്തായാലും എനിക്ക് പ്രതീക്ഷയുള്ളൊരു സിനിമയാണ് മലൈക്കോട്ടെ വാലിബ് എന്ന് പറഞ്ഞ സിനിമ. 25-ാം തീയതി ഫസ്റ്റ് ഷോ കാണാൻ പോകുന്ന സിനിമയാണ്. ജനുവരി മാസം 25-ാം തീയതി നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് തെലുങ്ക് എന്നുള്ളൊരു ആക്ഷൻ ത്രില്ലർ ഭാഗത്തുപ്പെടുന്ന സിനിമയാണ്. ശൈലേഷ് കൊലാനു സംവിധാനം ചെയ്ത സിനിമയാണ്. വെങ്കടേഷാണ് ഈ ഒരു സിനിമയുടെ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. നവാസുദ്ദീൻ സിദ്ദിഖിയും അതുപോലെ തന്നെ ആൻഡ്രിയ, ശ്രദ്ധ ശ്രീനാഥ്, റുഹാനി ശർമ്മ, ഒരു വൻ താരകർ തന്നെ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. ഒരു ടിപ്പിക്കൽ ആക്ഷൻ ത്രില്ലർ മൂവി ആവാനാണ് ചാൻസ് ഉള്ളത്, സാധാരണ വെങ്കടേഷിൻ്റെ സിനിമകളുള്ളതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഒരു വൻ ഹൈപ്പിൽ വരുന്ന സിനിമയാണ്. മഹേഷ് ബാബു പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ. ത്രിവിക്രം ശ്രീനാഥാണ് കഥയെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. നായികമാരായ ശ്രീലീലെ, മീനാക്ഷി ചൗധരിയും രമ്യ കൃഷ്ണനൊക്കെയാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. ജയറാമും പ്രകാശ് രാജും ജഗപതി ബാബു, ബ്രഹ്മാനന്ദമൊക്കെ മറ്റു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒരു വൻ താരനിരയിൽ വരുന്ന സിനിമയാണ്. ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. 12-ാം തീയതി ജനുവരി മാസം 12-ാം തീയതി ഈ ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത ഒരു പാൻ ഇന്ത്യൻ റിലീസ് ചെയ്യാൻ തിരക്കുന്നത് തെലുങ്ക് മൂവിയാണ്. ഒരു സൂപ്പർ ഹീറോ ആക്ഷൻ മൂവി ഹനുമാൻ.
ഈ ഒരു സിനിമ പാൻ ഇന്ത്യൻ റിലീസാണ്. മലയാളം അടക്കമുള്ള എല്ലാ ഭാഷയിലും റിലീസ് ചെയ്യുന്നുണ്ട്. പ്രശാന്ത് വർമ്മയാണ് തിരക്കഥയും സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. തേജ സജ്ജ, അമൃത അയ്യർ, വരലക്ഷ്മി ശരത് കുമാർ, വിനയ് റായ് എന്നിവരൊക്കെയാണ്. വലിയൊരു ക്യാൻവാസിൽ വരുന്ന സിനിമയാണ് ഈ ഒരു സിനിമ. ഒരു പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. ഒരു നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ഈ ഒരു സിനിമ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിയേറ്ററിൽ മലയാളം അടക്കമുള്ള എല്ലാ ഭാഷയിലും അവൈലബിൾ ആയിരിക്കും. ജനുവരി മാസം 12-ാം തീയതിയാണ് ഈ ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. അടുത്തത് ഒരു സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. ഐശ്വര്യ രജനികാന്ത് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. വിഷ്ണു വിശാലും വിക്രാന്തും ഒക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയിൽ നമ്മുടെ രജനികാന്ത്, സൂപ്പർ സ്റ്റാർ രജനികാന്ത് ഒരു ക്യാമിയോ റോളിൽ വരുന്നുണ്ട് എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട് ഈ സിനിമയ്ക്ക്. ആ ഒരു പ്രത്യേകതയാണ് ഈ ഒരു സിനിമയ്ക്ക് ഉള്ളത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ലാൽ സലാം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. 13-ാം തീയതി, ജനുവരി മാസം 13-ാം തീയതി ഈ ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു റൊമാൻറ്റിക് ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു തമിഴ് മൂവിയാണ്. ഹിന്ദിയിലും തമിഴിലും കൂടിയാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. മേരി ക്രിസ്മസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. വിജയ് സേതുപതിയും കത്രീന കൈഫും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ശ്രീറാം രാഘവനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു സിനിമ പൊളിക്കുമ്പോൾ എന്ന് കണ്ടറിയാം. കാരണം എന്താ വെച്ചാൽ റൊമാൻറ്റിക് ത്രില്ലറാണ്. വലിയൊരു പ്രതീക്ഷ തരുന്ന ഒരു സിനിമയല്ല എനിക്ക് ഈ സിനിമ മേരി ക്രിസ്മസ് എന്ന സിനിമ. പക്ഷേ കയറിക്കൊള്ളാൻ ചാൻസ് ഉണ്ട്, പറയാൻ പറ്റില്ല. ജനുവരി മാസം 12-ാം തീയതിയാണ് ഈ സിനിമ റിലീസ്. ജനുവരി മാസം 12-ന് ഒരുപാട് റിലീസുകളുണ്ട് കേട്ടോ. അടുത്തത് ഒരു തമിഴ് സിനിമ തന്നെയാണ്. ക്യാപ്റ്റൻ മില്ലർ എന്നാണ് സിനിമയുടെ പേര്. തമിഴ് ആക്ഷൻ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. അരുൺ മാധേശ്വരൻ സംവിധാനം ചെയ്യുന്ന സിനിമ. ധനുഷ്, പ്രിയങ്ക അരുൾ മോഹൻ, ശിവരാജ് കുമാർ, സുദീപ് കിഷൻ എന്നിവരൊക്കെയാണ് സിനിമ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ധനുഷിൻ്റെ ഒരു വൻ ഹൈപ്പിൽ വരുന്ന സിനിമയാണ് ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന സിനിമ. ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കുന്നതാണ് ഒരു പ്രതീക്ഷ. ജനുവരി മാസം 12-ാം തീയതിയാണ് ഈ ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. അടുത്തതും തമിഴിൽ നിന്നുള്ളത് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു സയൻസ് ഫിക്ഷൻ മൂവിയാണ്. ശിവകാർത്തികൻ, രാകുൽ പ്രീത് സിംഗ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന ഒരു ഏലിയൻ ടൈപ്പ് ഒരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സയൻസ് ഫിക്ഷൻ മൂവിയാണ്. ശിവരാജ് കുമാറിൻ്റെ എനിക്ക് ഇത്രയും പ്രതീക്ഷയുള്ളൊരു സിനിമയാണ് അയലാൻ എന്ന് പറഞ്ഞ സിനിമ. അയലാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആർ രവികുമാറാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ സിനിമയും ജനുവരി മാസം 12-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അവസാനത്തെ സിനിമ പറയുന്നൊരു മലയാള സിനിമയാണ്. നമ്മുടെ ജയറാമേട്ടൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയായ എബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞ സിനിമ. മിഥുൻ മാനുവൽ തോമസാണ് സംവിധാനം ചെയ്യുന്നത് ഈ ഒരു സിനിമ. ജയറാമിനെ കൂടാതെ അനശ്വര രാജൻ, അർജുൻ അശോക് എന്നിവരാണ് മറ്റ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒരു ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് എബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. ഒരു തിരിച്ചുവരവായിരിക്കും, നമ്മുടെ ജയറാമേട്ടൻ്റെ ഒരു തിരിച്ചുവരവായിരിക്കും ഈ ഒരു സിനിമ എന്നാണ് നമുക്ക് പ്രതീക്ഷ, എൻ്റെ ഒരു പ്രതീക്ഷ. മമ്മൂട്ടി ഈ സിനിമയിൽ ഒരു അതിഥി വേഷം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ റൂമേഴ്സുകൾ കേൾക്കുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള കൃത്യമായിട്ട് എനിക്കറിയില്ല. എവിടെയും പിന്നെ ഇതിൻ്റെ എന്താ പറയുക, ഒഫീഷ്യൽ ഒന്നും എവിടെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ 11-ാം തീയതി, ജനുവരി മാസം 11-ാം തീയതി എബ്രഹാം ഓസ്ലർ റിലീസ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണണം, കണ്ട് നിങ്ങൾക്ക് വലിയ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ജനുവരി മാസം 1-ാം തീയതിയാണെന്ന്. ഇനി ഈ ഒരു മാസം തിയേറ്റർ റിലീസുള്ളത് 11-ാം തീയതി എബ്രഹാം ഓസ്ലർ ആണുള്ളത്. അതുവരെ നേരും സലാറും തിയേറ്ററിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകൾ ജനുവരി മാസം തിയേറ്റർ റിലീസ് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന സിനിമകൾ ഇത്രയും സിനിമകളാണുള്ളത്. ഇതിൽ വേറെ സിനിമകൾ, പ്രധാനപ്പെട്ട സിനിമ ഇത്രയേ ഉള്ളൂ. ഞാൻ ലിസ്റ്റ് ഇട്ട് നോക്കിയ സമയത്ത് ഇത്രയും ഞാൻ കണ്ടിട്ടുള്ളൂ. വേറെ സിനിമകൾ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആരെങ്കിലും അറിയുന്ന സിനിമകൾ, ഏതെങ്കിലും പ്രധാനപ്പെട്ട സിനിമകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കതിലൂടെ സംസാരിക്കുകയും സിനിമകളെക്കുറിച്ചും സീരീസുകളെക്കുറിച്ചൊക്കെ ഉള്ള ചർച്ചകളൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും